Hello dears, we are discussing Social Science First Chapter 5 Society and Economy in Medieval India. In our last class we discussed about trade and commerce in Medieval India. I hope everyone understood the portions that we discussed in the last class. Today we are going to discuss a new topic, Medieval Indian Society. We have seen the economic condition of Medieval India. Now let's examine social condition of that period. Three social strata were apparent in medieval India. They were the upper class, the middle class and the lower class. Medieval Indiaയിലെ social conditionനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Three social strata were apparent in medieval India. They were the upper class, the middle class and the lower class. Medieval Indian സൊസൈറ്റിയിൽ മൂന്ന് വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. കിങ്സ്, ലോർഡ്സ് ഒക്കെ ഉൾപ്പെടുന്ന അപ്പർ ക്ലാസ്, ഉപരിവർഗം, ഉയർന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് കിങ്സ്, ലോർഡ്സ് എല്ലാം. മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിൽപ്പെടുന്നവരാണ് മാൻസബ്ദാഴ്സ്, ട്രേഡേഴ്സ്. ലോവർ ക്ലാസ്സിൽ വരുന്നതാണ് ഫാർമേഴ്സ്, ക്രാഫ്റ്റ്മെൻ ആൻഡ് സ്ലേവ്സ്. കൃഷിക്കാർ, കരകൗശല ജോലി ചെയ്യുന്നവർ, പിന്നെ സ്ലേവ്സ്, അടിമകളായിട്ടുള്ളവർ. മിഡിവൽ ഇന്ത്യയിലെ സോഷ്യൽ കണ്ടീഷനിൽ മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്. അപ്പർ ക്ലാസ്സിൽ ഉൾപ്പെട്ടിരുന്നത് കിങ്സും ലോർഡ്സുമായിരുന്നു. മിഡിൽ ക്ലാസ്സിൽ ഉൾപ്പെട്ടിരുന്നത് മാൻസബ്ദാഴ്സും ട്രേഡേഴ്സുമാണ്. ലോവർ ക്ലാസ്സിൽ ഫാമേഴ്സ്, ക്രാഫ്റ്റ്മെൻ ആൻഡ് സ്ലേവ്സ്. Majority of the people were farmers. When landlords lived luxuriously, the common mass had to struggle with a pathetic life. They were burdened by excessive tax. Majority of the farmers could not own land, oxen and plough. ജനങ്ങളിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിട്ടുള്ള കർഷകരായിരുന്നു. ലാൻഡ് ലോർഡ്സ് മെച്ചപ്പെട്ട ജീവിതം നയിക്കുമ്പോഴേക്കും, ആഡംബര ജീവിതം നയിക്കുമ്പോഴേക്കും ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. അവരുടെ ചുമടിലായിരുന്നു നികുതി ഭാരം മുഴുവനും. സ്വന്തമായിട്ട് ഭൂമിയോ കാളയോ കലപ്പയോ പോലും ഇല്ലാത്തവരായിരുന്നു ഭൂരിപക്ഷം കർഷകരും. According to the historical sources of the Mughal period, there were two types of peasants, Gudkasta and Pahikasta. മുഗൾ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ സോഴ്സസിൽ നിന്നുള്ള വിവരം അനുസരിച്ച് മിഡിവൽ സൊസൈറ്റിയിൽ രണ്ട് വിഭാഗത്തിലുള്ള പെസൻസ്, കർഷകരുണ്ടായിരുന്നു. ഗുദ്കസ്ത എന്നും പാഹികസ്ത എന്നുമാണ് അവരറിയപ്പെട്ടിരുന്നത്. സ്വന്തമായി ഭൂമിയുള്ള കർഷകരാണ് ഗുദ്കസ്ത എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് കൂടി കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. ആവശ്യമെങ്കിൽ അവർ ലേബേഴ്സിനെയും നിയമിച്ചിരുന്നു. മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന സ്വന്തമായി ഭൂമിയില്ലാത്ത കൃഷിക്കാരായിരുന്നു പാഹികസ്ത വിഭാഗത്തിലുള്ളവർ. The Zamindars were the dominant class in the agricultural sector during the medieval period. They were the owners of the vast agricultural fields. They did not cultivate directly. They used others to cultivate. They enjoyed high position in the society and collected tax from the peasants on behalf of the rulers. They maintained their own castles and troops. The Zamindars who belonged to high caste were known as Deshmukh, Patil and Naik. മുഗൾ കാലഘട്ടത്തിലെ അഗ്രികൾച്ചറൽ സെക്ടറിലെ ഏറ്റവും ഡോമിനൻ്റ് സെക്ഷൻസ്, ഏറ്റവും പ്രബലമായിട്ടുള്ള, ഏറ്റവും ശക്തരായിട്ടുള്ള വിഭാഗക്കാരായിരുന്നു സെമീന്ദാഴ്സ്. വിശാലമായിട്ടുള്ള കൃഷിഭൂമികളുടെ ഉടമകളായിരുന്നു സെമീന്ദാഴ്സ്. എങ്കിലും അവർ നേരിട്ട് കൃഷി ചെയ്തിരുന്നില്ല, മറ്റുള്ളവരെ ഉപയോഗിച്ച് കൃഷി ചെയ്യിക്കുകയായിരുന്നു. അവർക്ക് സൊസൈറ്റിയിൽ വളരെ ഹൈ പൊസിഷൻ ലഭിച്ചിരുന്നു. റൂളേഴ്സിന് വേണ്ടി നികുതി പിരിക്കുക സെമീന്ദാഴ്സിൻ്റെ ചുമതലയായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് കാസ്റ്റൽസും ട്രൂപ്സും എല്ലാം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് കോട്ടകളും സൈന്യവും ഒക്കെ ഉണ്ടായിരുന്നു. ദ സെമീന്ദാർസ് ഹൂ ബിലോങ്ഡ് ടു ഹൈ കാസ്റ്റ് വർ നോൺ as ദേശ്മുഖ്, പാട്ടീൽ ആൻഡ് നായിക്. ഉയർന്ന ജാതിയിൽപ്പെട്ട സെമീന്ദാർസ് ദേശ്മുഖ്, പാട്ടീൽ, നായിക് തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ലേവറി. The travelogues of the medieval period record that slavery had prevailed in India then. Ibn Battuta, a traveller to India in the 14th century, revealed that he had brought horses, camels and slaves to present Muhammad bin Tughlaq, the then ruler. He also stated that the slaves in the courts excelled in music and dance. Market exclusively for slave trade existed then. Majority of the slaves were detainers of the battle. They were imported from Africa. മിഡിവൽ പീരീഡിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ സ്ലേവറി നിലനിന്നിരുന്നു. അടിമ സമ്പ്രദായം നിലനിന്നിരുന്നതായിട്ട് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ട്രാവലേഴ്സിൻ്റെ ട്രാവലോഗ്സിൽ നിന്ന് വ്യക്തമാകുന്നു. 14th സെഞ്ചുറിയിൽ ഇന്ത്യ സന്ദർശിച്ച ട്രാവലറായിരുന്നു ഇബൻ ബത്തൂത്ത.
അദ്ദേഹത്തിൻ്റെ കിതാബുൽ റുഹ്ല എന്ന ബുക്കിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കിതാബുൽ റുഹ്ലയിൽ അഗ്രികൾച്ചറൽ പ്രോഗ്രസിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇൻ ദിസ് ബുക്ക് ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ദർ വർ 3 ഹാർവസ്റ്റ് ഇൻ എ ഇയർ. ഒരു വർഷം 3 തവണ കൃഷി ഇറക്കിയിരുന്നതായിട്ട് കിതാബുൽ റുഹ്ലയിൽ ഇബൻ ബത്തൂത്ത സൂചിപ്പിക്കുന്നുണ്ട്. 14th സെഞ്ച്വറിയിൽ ഇബൻ ബത്തൂത്ത ഇന്ത്യയിലെത്തിയപ്പോഴേക്കും ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന, ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോഴ്സസിനെയും ക്യാമൽസിനെയും സ്ലേവ്സിനെയും എല്ലാം വാങ്ങി എന്ന് പറയുന്നുണ്ട്. ഹി ഓൾസോ സ്റ്റേറ്റ് ദാറ്റ് സ്ലേവ്സ് ഇൻ ദി കോർട്ട് എക്സൽഡ് ഇൻ മ്യൂസിക് ആൻഡ് ഡാൻസ്. മാർക്കറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ സ്ലേവ് ട്രേഡ് എക്സിസ്റ്റ് ദെൻ. മെജോറിറ്റി ഓഫ് ദി സ്ലേവ്സ് വർ ഡീറ്റെയിനേഴ്സ് ഓഫ് ദി ബാറ്റിൽ. ദേ വർ ഇമ്പോർട്ടഡ് ഫ്രം ആഫ്രിക്ക. കോർട്ടുകളിലെ സ്ലേവ്സ് ഡാൻസിലും മ്യൂസിക്കിലും എല്ലാം പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. സ്ലേവ്സിന് വേണ്ടി പ്രത്യേകം അടിമച്ചന്തകൾ നിലവിലുണ്ടായിരുന്നു. യുദ്ധ തടവുകാരായിട്ട് പിടിച്ചവരായിരുന്നു സ്ലേവ്സിൽ ഭൂരിഭാഗവും. അതിനു പുറമെ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്ന് സ്ലേവ്സിനെ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റാറ്റസ് ഓഫ് വിമൻ. Child marriage and the practice of sati prevailed in many parts of the country. Francois Bernier, a French traveler to India in the 17th century, recorded that he had witnessed sati. മിഡിവൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ധാരാളം ദുരാചാരങ്ങൾ നിലനിന്നിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ വിവാഹം ചെയ്തയക്കുന്ന അവസ്ഥയാണ് ചൈൽഡ് മാരേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ഭാര്യയെ മരിക്കുന്ന ദുരാചാരത്തെയാണ് സതി എന്ന് പറയുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് 1829 അക്കാലത്തെ വൈസ്രോയി ആയിരുന്ന വില്യം ബെൻഡേക്ക് സതി നിരോധിക്കുകയും ചെയ്തു. 17th സെഞ്ച്വറിയിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് ട്രാവലറായ ഫ്രാങ്കോയിസ് ബർണിയർ സതി നേരിൽ കണ്ടതായിട്ട് അദ്ദേഹത്തിൻ്റെ ട്രാവലോഗ്സിൽ പറയുന്നുണ്ട്. പുനർവിവാഹത്തിന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് എഡ്യൂക്കേഷനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. The role of women in agricultural and non-agricultural sectors was significant. They involved themselves in all the stages of farming from sowing to harvesting. They were engaged in weaving, pottery and embroidery too. അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൽ സ്ത്രീകളുടെ പങ്ക് പ്രധാനപ്പെട്ടതായിരുന്നു. കാർഷികേതര ജോലികളിൽ സ്ത്രീകൾ ഏർപ്പെട്ടിരുന്നു. വിത്ത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെയുള്ള ഓരോ ഘട്ടത്തിലും സ്ത്രീകൾ പങ്കാളികളായി. വീവിംഗ്, പോട്രി, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിച്ചിരുന്നു. There were several women who had adorned higher political and social position. Noor Jahan, the wife of Mughal Emperor Jahangir, and Sultana Razia were excellent administrators. Gulbadan Begum, sister of Humayun, Jahanara, daughter of Shah Jahan, Jijabai, the mother of Shivaji, were the women who held higher positions. ഉയർന്ന രാഷ്ട്രീയ സാമൂഹിക പദവി അലങ്കരിച്ചിരുന്ന സ്ത്രീകളും അക്കാലത്തുണ്ടായിരുന്നു. സുൽത്താന റസിയയും മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ ഭാര്യ നൂർജഹാനും ഭരണകാര്യങ്ങളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളായിരുന്നു. ഹുമയൂണിൻ്റെ സഹോദരി ഗുൽബാദൻ ബീഗം, ഷാജഹാൻ്റെ മകളായ ജഹനാര, ശിവജിയുടെ മാതാവായ ജീജാബായ് എന്നിവർ വിവിധ പദവികൾ വഹിച്ചവരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം. As in the past, the hierarchy based on caste system prevailed in medieval period too. The Brahmins enjoyed a higher status. Increase in the number of caste was a major feature of this period. The newly formed occupational groups gradually evolved as caste. In his memoir, Babur, the Mughal ruler, describes the occupational groups and caste as follows. കാസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ മിഡിവൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. ബ്രാഹ്മണരായിരുന്നു സൊസൈറ്റിയിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ അനുഭവിച്ചിരുന്നത്. ജാതിയുടെ എണ്ണത്തിലുണ്ടായ വർധനവ് അക്കാലത്തെ പ്രധാന സവിശേഷതയാണ്. ഓരോ പുതിയ തൊഴിലിൽ ഏർപ്പെടുന്നവരും ഓരോ പ്രത്യേക കാസ്റ്റുകളായിട്ട് മാറുകയാണുണ്ടായത്. മുഗൾ റൂളറായിരുന്ന ബാബർ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ ജാതികളെക്കുറിച്ചും തൊഴിൽ കൂട്ടങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. Another feature of Hindustan was the abundance of skilled laborers in varied professions. Those who engage in each profession belonged to a separate caste. These professions were hereditary, handed down to the coming generations. Right about 680 masons were engaged daily in the construction of my building at Agra. Just like there are innumerable occupational groups throughout Hindustan,
ബാബർനാമ. ബാബർ അദ്ദേഹത്തിൻ്റെ മെമ്മോയറിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്ത തൊഴിലുകളിൽ പ്രാവീണ്യമുള്ള ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഓരോ തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവർ ഓരോ ജാതിയിൽ പെടുന്നവരായിരുന്നു. പരമ്പരാഗതമായിട്ട് ഈ തൊഴിലുകൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ആഗ്രയിലെ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ഒരു ദിവസം ഏകദേശം 680ഓളം കൽപ്പണിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഹിന്ദുസ്ഥാൻ്റെ എല്ലാ ഇടങ്ങളിലും എണ്ണമറ്റ തൊഴിലാളി കൂട്ടങ്ങൾ ഉള്ളതായിട്ടാണ് ബാബറിൻ്റെ മെമ്മോയറിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. The caste system in South India too was based on occupation, similar to that in North India. The caste in South India was broadly divided into Idangai and Valangai. Those who engage in trade and handicraft were known as Idangai caste, and those who engage in agricultural sector was known as Valangai caste. നോർത്ത് ഇന്ത്യയിലേതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് കാസ്റ്റ് നിലനിന്നത്. തൊഴിലിനെ അടിസ്ഥാനമാക്കിയാണ് ജാതികൾ രൂപം കൊണ്ടത്. ഒരേ തൊഴിൽ ചെയ്യുന്നവർ ഒരേ ജാതിയിൽപ്പെട്ടവരായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ കാസ്റ്റുകളെ പൊതുവെ ഇടങ്കൈ വലങ്കൈ എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ട്രേഡ് ഹാൻഡിക്രാഫ്റ്റ് ആക്ടിവിറ്റികൾ ചെയ്തിരുന്നവർ ഇടങ്കൈ കാസ്റ്റ് എന്നും അഗ്രികൾച്ചറൽ സെക്ടേഴ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവർ വലങ്കൈ കാസ്റ്റ് എന്നും അറിയപ്പെട്ടു. India attained considerable economic progress during the medieval period. It facilitated the development of art and culture. It was the prosperity that laid down the foundation for the construction of several temples and monuments in that period. However, only a minor section of society benefited from this progress. Majority were affected by poverty. മിഡിവൽ പീരീഡിൽ മികച്ച സാമ്പത്തിക വളർച്ച കൈവരിച്ച രാജ്യമായിട്ട് ഇന്ത്യ മാറി. സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി കലാ-സാംസ്കാരിക രംഗത്തെ വളർച്ചയെ സഹായിച്ചു. ഈ സമ്പന്നതയാണ് അക്കാലത്തുണ്ടായ ക്ഷേത്രങ്ങളുടെയും സ്മാരകങ്ങളുടെയും പുരോഗതിക്ക് അടിസ്ഥാനമായത്. എന്നാൽ സാമ്പത്തിക പുരോഗതി എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിച്ചിരുന്നില്ല. ഭൂരിപക്ഷവും ജീവിച്ചത് ദാരിദ്ര്യത്തിലായിരുന്നു.